വി.ഡി. സതീശന്റെ മുൻപിൽ 7 വട്ടമാണ് മാധ്യമപ്രവർത്തകർ ചെന്നത്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടത്തിയതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം വി.ഡി. സതീശന്റെ വായിൽ നിന്ന് വീഴുമോ എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. പക്ഷേ വി.ഡി. സതീശൻ ഒരു വാക്ക് പോലും മിണ്ടാതെ മാധ്യമങ്ങളുടെ മൈക്ക് തട്ടിമാറ്റി നടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 7 വട്ടവും മാധ്യമങ്ങൾക്ക് ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയാണ്. രമേശ് ചെന്നിത്തല പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നിറങ്ങി പിണറായി വിജയന്റെ വീട്ടിൽ കയറുന്നത് വരെ ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ ഇതിനൊന്നും മറുപടി പറയാത്തത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, ഈ കരിമണൽ കർത്ത എന്ന് പറയുന്ന വ്യക്തി CMRL എന്ന് പറയുന്ന കമ്പനി വീണയ്ക്ക് മാസപ്പടി കൊടുത്തു എന്നുള്ളതാണ് ഈ കേസ്. പക്ഷേ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കോൺഗ്രസ് പ്രവർത്തകരിലേക്കും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളിലേക്കും വ്യാപിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഈ PV മാത്രമല്ല, അതായത് പിണറായി വിജയൻ മാത്രമല്ല, അതിനകത്ത് RC ഉണ്ട്, OC ഉണ്ട്, അങ്ങനെ പല സികളും അതിനകത്തുണ്ട് എന്നുള്ളതാണ്. RC എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയായിരിക്കും ഈ അന്വേഷണം വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ്. ആ പ്രതിരോധം ഇപ്പോഴേ തുടങ്ങി എന്നുള്ളത് മാത്രമാണ് ഈ വി.ഡി. സതീശന്റെ മൗനം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരെയും വെറുതെ വിടാൻ ഉദ്ദേശമില്ല. അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.